പരിഭാഷയിൽ പോലും പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട്. അമാനിയുടെ പരിഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത് അമാനിയുടെ പരിഭാഷയിൽ? എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അമാനിയുടെ പരിഭാഷയിൽ എന്താ വന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെൽഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ, അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ അർശിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനോട് സമപ്പെടുത്തല. അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്താണ് വെറുതെ വായിച്ചു വിട്ടു എന്നല്ലാതെ മൗലവി അവിടെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്തവാ അലൽ അർശ്, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി. അതാണ് പോയിന്റ്. ഇരിക്കുക എന്ന് പറയുമ്പോ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനാക്കരുത്. എന്താ സാധാരണ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കാലൊക്കെ മടക്കി വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ചെയറിലൊക്കെ ഇരിക്കുന്ന രൂപം വരും. ആ നിലക്ക് ഭാഷയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്. ആ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഭാഗം പേരോട് വിശദീകരിക്കുന്നില്ല. വായിക്കുമ്പോഴാണ് വായിച്ചു വിട്ടു. അതെന്തിനാണെന്നറിയോ? എന്നാ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കും വേണം, മൂപ്പർക്ക് അത് വിശദീകരിക്കാതെ പോകും വേണം. പിന്നെ വായിക്കുമ്പോഴൊന്നും ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എന്നത് കണ്ട ഭാവം പോലും പേരോട് നടിക്കുന്നില്ല. അതാണ് ആ വാചകത്തിന്റെ ജീവനും, അതാണ് ആ വാചകത്തിന്റെ ഏറ്റവും വലിയ കാതലും. ആ കാതല് വെറുതെ ഒന്നാണ് വായിച്ചു വിട്ടിട്ട് വിശദീകരണത്തിന്റെ നേരത്ത് സൗകര്യപൂർവം അത് കണ്ടില്ലെന്ന് നടിച്ച് അമാനി മൗലവിയുടെ പേൽ കള്ളം ആരോപിക്കുകയാണ് പേരോട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അമാനി മൗലവി എഴുതിയത് മനസ്സിലാവോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ. എന്താ അമാനി മൗലിയുടെ പരിഭാഷയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിന് അമാനി മൗലിയുടെ പരിഭാഷ വായിച്ചാൽ തിരിയണ്ടേ? കാരണം അമാനി മൗലവിയെ ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് ആ പരിഭാഷയിൽ പറഞ്ഞത് മലയാളത്തിലായിട്ട് പോലും മനസ്സിലാകാതെ പോയല്ലോ എന്ന നിലക്ക് നമ്മളത് വളരെ കൃത്യമായി എന്താ മൗലവി വിശദീകരിച്ചത് എന്നൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞതാ. അതൊക്കെ പറഞ്ഞിട്ടും മൂപ്പരെന്താ ചെയ്തെന്നറിയോ? അതൊക്കെ കേട്ടില്ലാന്ന് തൊട്ടില് മൂപ്പരെ CD മൂപ്പര ആൾക്കാരെ കേൾക്കൊള്ളൂ എന്ന ഒരു സമാധാനം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് മൂപ്പര് പറയാണ്, മുട്ട് മടക്കിയില്ലേ മൗലവി പ്രാവശ്യം വന്നിട്ട് വിഷയം തൊട്ടില്ലാന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയം തൊട്ടില്ലാന്ന് എന്റെ പേരിൽ മൂപ്പര് കളവ് പറയുന്നതെന്ന് കേട്ടോളൂ. എന്താ നോണാന്ന്. മൗലവി വന്നപ്പോൾ ആ വിഷയം തന്നെ തൊട്ടില്ല. കാരണം മൗലവിക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ അമാനി മൗലവിന്റെ പരിഭാഷ വായിച്ചിട്ടാണ് പേരോട് പറഞ്ഞത്. അത് പേരോടിന്റെ മുമ്പിൽ തലകുനിക്കലല്ലാതെ നിവൃത്തിയില്ല. മുട്ട് മടക്കിയില്ല, നിങ്ങളാ മടക്കിയത്. CD-യിൽ നിന്ന് നിങ്ങൾ കട്ടിട്ടുണ്ട്. കട്ട ഭാഗം ഞങ്ങൾ പിടിച്ചത് MP3-യിൽ നിന്നായി കേൾപ്പിച്ചത്. നോണ പറഞ്ഞപ്പോ പിടിക്കുന്നു മനസ്സിലായപ്പോ CD ഇറങ്ങിയപ്പോ കട്ട് ചെയ്തിരുന്നു. നിങ്ങൾ കട്ടാ ഞങ്ങൾ പിടിക്കും, പിടിച്ചതാ കേൾപ്പിച്ചത്. അതാ ആളിങ്ങനെ മിണ്ടാതെക്കണ്. ഇത് പറയുമ്പോ എന്താ അങ്ങനെ മിണ്ടാതെക്കണ് തോന്നിയില്ല നിങ്ങൾക്ക്? എന്തത്ര ഭക്തിയിൽ നിൽക്കണ്? കളവ് പിടിച്ചപ്പോ ആ നിലക്ക് ഇങ്ങനെ വിനീതനായി നിൽക്കുക. ശരി തന്നെയാണ് എന്ന മട്ടിലെ അതാണ് ആ നിപ്പ്. നിങ്ങൾ പറ, അപ്പൊ നമ്മൾ തെളിയിക്കും നിങ്ങൾ MP3 പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന്. തൊട്ടിലാണ് ആ വിഷയം, തൊട്ടില്ല. നിങ്ങളുടെ മുട്ട് മടക്കിയില്ലേന്ന് കൗമിന്. അപ്പൊ കൊറേ തെക്ക്
എതിരാളികൾ ഇങ്ങനെ അല്ലാഹു അക്ബർ, നുണയാണ് പറഞ്ഞിട്ട് തക്ബീറാണ് ചൊല്ലിക്ക. എന്താ സംസ്കാരം? മാത്രല്ല അടുത്ത നുണ കേട്ടോളൂ, ഇനിയും പറയുന്നത് കേട്ടോളൂ. അടുത്ത നുണ ഇപ്പൊ മൗലവിക്ക് ബോധ്യപ്പെട്ടു, അവിടെ ഞങ്ങൾ ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്കാണ് ക്ഷണിച്ചത്. എന്നിപ്പോ മൗലവിക്ക് ബോധ്യപ്പെട്ടു, ഈ പ്രാവശ്യം വന്നിട്ട് അതിനെ സംബന്ധിച്ച് മുൻകൂട്ടിയില്ല മൗലവി. ഒരു ഖുർആൻ പരിഭാഷ, നിങ്ങളെ ഖുർആൻ പരിഭാഷ നിങ്ങൾ വായിച്ച് പഠിച്ചുകൂടായിരുന്നോ? കണ്ടോ, മിണ്ടിയിട്ടുണ്ട്, മിണ്ടിയിലാണാ പറയുന്നത്. മിണ്ടീന്ന് മൂപ്പർക്ക് ബോധ്യാണ്, അതുകൊണ്ടാ CD-യിൽ അത് കാണാത്തത്. ഇത് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോ വിട്ടതാ. എന്തേ നിങ്ങളത് കട്ട് ചെയ്തിറക്കിയത്? അപ്പൊ നിങ്ങൾക്ക് തോന്നി പ്രാവശ്യം വന്നിട്ട് മിണ്ടിയിലാന്നൊക്കെ CD-യിൽ കണ്ടാല് അത് ക്ലിപ്പിട്ട് കേൾപ്പിക്കൂലേ, ഇതാരും കേട്ടിട്ടില്ല എന്നാ വിചാരിച്ച്. വേറെ എവിടെ ഇരിക്കട്ടെ, ഇനിയും നുണ കേട്ടോളൂ, ഇനിയും നുണ കേട്ടോളൂ. പറയട്ടെ മൂപ്പര്, ഒരൊറ്റ വിഷയത്തിൽ എത്ര നുണ പറയുന്നു നോക്കോളൂ. മൗലവി ഇപ്പൊ പത്തി മടക്കിയിരിക്കുകയാണ്. മുമ്പ് മൗലവിയുടെ വന്നിട്ട് ഇബ്നു കസീർ വായിച്ചു. എന്നിട്ട് മൗലവി പറഞ്ഞു, അതാ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ല കയറും, അല്ല ഇറങ്ങും, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹു തേര പോകുന്നുണ്ട്, വരുന്നുണ്ട്, കസേരമ കുത്തിരിക്കുന്നുണ്ട്, കാല് നീട്ടിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കണ്ടോ, നോടാ പറയാ, കാല് നീട്ടിയിട്ടോ പൊക്കിയിട്ടോ നിനക്ക് അറിഞ്ഞൂടാന്ന്. കേട്ടോളൂ, ആ ഭാഗം 3 പേർ ഒന്നുകൂടെ ഇനിയും പറയാണ്, അതേ നോണ തന്നെ ആവർത്തിക്കുന്നു. കേട്ടോ, ഇവിടെ മൗലവി വന്നിട്ട് പറഞ്ഞില്ലേ, പടച്ചവൻ അർശിന്റെ മേലിരിക്കുന്നു എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ മേപ്പോട്ടോക്കിട്ടോ താഴോട്ടോക്കിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ എന്ന് ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചില്ലേ നാദാപുരത്ത്? ഇല്ല ഇല്ല ഇല്ല, നോണ പറഞ്ഞതാണ് നിങ്ങൾ. എന്റെ പേരിൽ നിങ്ങൾ നോണ പറഞ്ഞതാണ്. മേപ്പോട്ട് കാല് കയറ്റി വെച്ചിട്ടോ പൊക്കി വെച്ചിട്ടോ താറ്റി വെച്ചിട്ടോ നമുക്ക് അറിഞ്ഞൂടാന്നല്ല. അള്ളാന്റെ ഇരുത്തത്തെ സംബന്ധിച്ച്, അള്ളാന്റെ ഏത് പ്രവർത്തികളെ സംബന്ധിച്ച് പറയുമ്പോഴും അതിന് നമ്മളൊരു ഹദ് നിർണയിക്കരുത്, നമ്മൾ അതിന് വകയായിട്ടൊരു വ്യാഖ്യാനം പറയരുത്. ആ നിലക്ക് കാല് തൂക്കിയിട്ടോ പൊക്കിയിട്ടോ എന്നൊന്നും അറിഞ്ഞൂടാന്നല്ല, പറയാൻ പാടില്ല. കേട്ടോ, പറയാൻ പാടില്ല എന്ന വാക്ക് നമുക്ക് അറിഞ്ഞൂടാ എന്നാക്കുന്ന ഈ കുബുദ്ധിയും മറ്റേ സംസ്കാരമാണല്ലേ. കേട്ടോളൂ, ഞാൻ എന്താണെന്ന് പറഞ്ഞത്? നമ്മക്കറിഞ്ഞൂടാന്നാണോ പറഞ്ഞത്, അതോ അങ്ങനെയൊന്നും പറഞ്ഞൂടാന്നാണോ പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവരുദ്ദേശിക്കുന്നത് പോലെ, അവരുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. കണ്ടോ, ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അള്ളാഹിനെ സംബന്ധിച്ച് അള്ള എന്താണോ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതപ്പടി പറയണം. നമ്മുടെ വകയായിട്ട് കൂട്ടരുത്, കുറക്കരുത്. അതിന് ഹദ്, അതിർത്തി നിശ്ചയിക്കരുത്, രൂപം നിശ്ചയിക്കരുത്, നമ്മുടെ വക ഉപമകൾ പറയരുത്, നമ്മുടെ വക സാദൃശ്യപ്പെടുത്തലുണ്ടാകരുത്. ഇങ്ങനെയൊക്കെ അതല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ സംഗതിയൊക്കെ നടക്കേണ്ടത് മൂപ്പർക്ക് അറിയാഞ്ഞിട്ടാണ് ധ്വനിപ്പിക്കുന്ന ആ നിലക്കുള്ള കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതുപോലെ മേപ്പോട്ടോക്കിട്ടോ താഴോട്ടോക്കിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ. ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. എന്നാലേ നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് മുഴുവൻ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കുഴിച്ചു മൂടുന്നു. മുട്ടുമടക്കുന്നത് ആരാണെന്ന് കാണിക്കാനും കേൾപ്പിക്കാനും പോവുകയാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ആയത്ത് ഹദീസുകൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനം പറയാൻ പാടില്ലെന്ന് ആയത്ത് ഹദീസ് ഓതിയിട്ട് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ ഏത്തമിട്ടുകൊണ്ട് മുട്ടുമടക്കി പറയുന്നു. എന്ത്? ഖുർആൻ ഹദീസിലും വന്ന മുതശാബിഹായ ആയത്ത് ഹദീസുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല.